ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോം ബേക്കിംഗ് നിർത്തി ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു മുക്കാൽ ഭാഗം മെസ്സേജും ഇങ്ങനെ എവിടെ പഠിച്ചിന്, ഞാനും ഒരു ഹോം ബേക്കറാണ്, എനിക്കും പ്രൊഫഷണലി വർക്ക് ചെയ്യണമെന്നുണ്ട്, ഷെഫാണെന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഒരുപാട് മെസ്സേജ് വരുന്നത്. ആ സമയത്ത് ഞാൻ എന്നെ ഓർക്കും, ഞാനും അതുപോലെ ആയിരുന്നു. ഞാനും ഹോം ബേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ ഷെഫുമാർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്, എനിക്ക് പഠിക്കണം. അന്നേരം അവരെൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അന്നേരം അതൊന്നും കാര്യമാക്കിയിട്ട. അന്നേരം ഞാനത് വില വെക്കാണ്ട് ഞാനിപ്പോൾ അത് പഠിച്ച് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ കുറേ കാര്യം. പക്ഷെ എങ്ങനെ തുടങ്ങിയിട്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു മെസ്സേജാണ്, നിങ്ങൾ എവിടെയാ പഠിച്ചിന്, ഞാനൊരു ഹോം ബേക്കറാണ്, എനിക്കും ഒരു ഷെഫാവണമെന്ന് ആഗ്രഹമുണ്ട്, പ്രൊഫഷണലി പഠിക്കണം, വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറ്. അപ്പം ഞാൻ എന്നെ തന്നെ ആലോചിക്കും, കാരണം ഞാനും ഹോം ബേക്കിംഗ് അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ പ്രൊഫഷണലി പഠിക്കണം, വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് നിർത്തി പഠിച്ചതും ഇപ്പോൾ വർക്ക് ചെയ്തതും എല്ലാം. ആ സമയത്ത് ഞാൻ ഇതുപോലെ കുറേ ആൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് പഠിക്കുന്നതിനെ പറ്റി അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കുറേ കാര്യങ്ങൾ അന്നേരം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എൻ്റെ തലയിൽ കയറിയിട്ടാ. അപ്പം ഇപ്പം അതുപോലത്തെ മെസ്സേജ് വരുമ്പോൾ ഒക്കെ ഒരു ഹോം ബേക്കിംഗ് നിർത്തി ഒരു ഷെഫ് ആവാൻ വേണ്ടി പഠിച്ച് പിന്നെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ നോക്കി നമുക്ക് കൂടിപ്പോയാൽ 1 മിനിറ്റിൽ ഒരു വോയിസ് ഒക്കെ ഞാൻ പിന്നെ അത് കുറേക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒക്കെ അത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ. കുറേ കാലം ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ പണ്ടിൽ Q&A ചെയ്യൽ ഇതുപോലെ കാറിലിരുന്നിട്ടാണ്. കാറിലിരിക്കുമ്പോൾ ഭയങ്കര സുഖം, കാരണം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടല്ലോ, വേറെ സ്റ്റുഡിയോ ഒന്നും വേണ്ട, വെറുതെ അല്ല സീക്രട്ട് ഏജന്റ് ഇങ്ങനെ വീഡിയോ ഇടുന്നല്ലേ, വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഹോം ബേക്കിങ്ങിനും ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരു ഷെഫിനും രണ്ടിനും ഏത് കാര്യം എടുത്തു കൊടുക്കിയാലും കുറേ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും, കുറേ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അപ്പം ഇപ്പം നിങ്ങളായാലും ഇപ്പം ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളായാലും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹോം ബേക്കർ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഹോം ബേക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കൽ ഓക്കെ പ്രൊഫഷണലി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതൊന്നും ആക്ച്വലി ഒന്നുമല്ല. ആ സമയത്ത് ഞാൻ പണ്ട് 2 കൊല്ലം മുമ്പ് ഞാനിട്ട വീഡിയോയിലും കാണുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ നാണക്കെടാകുന്നു, ഞാൻ എന്തൊക്കെയാണ് ചെയ്ത്, ഞാൻ എങ്ങനെയല്ല കേക്ക് ഉണ്ടാക്കി, ആ സമയത്ത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, വൈറ്റ് ട്രഫിൾ കേക്കിൻ്റെ വീഡിയോ 2-3 കൊല്ലം മുമ്പെന്ന് ഞാൻ ചെയ്തത്. അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ചിരി വരുന്നത്, ചിരിയല്ല അങ്ങനെയൊന്നും അല്ല അത്. അപ്പം പിന്നെ അന്നേരം നമുക്ക് അതായിരുന്നല്ലോ. അപ്പൊ ഈ പൊട്ടക്കണറ്റിൽ തവള മാതിരി നമ്മൾ ചെയ്തതും അതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ അത് അങ്ങനെ കൊടുത്ത്, പിന്നെ നമ്മളുടെ നാട്ടിൽ പോകുന്ന റേറ്റിനല്ല അത് ഓക്കെയാണ്. പക്ഷെ അപ്പൊ നമ്മൾ ആലോചിക്കല് കുറച്ചും കൂടെ അടിപൊളിയായി പഠിക്കാൻ പറ്റും, പിന്നെ ഒരു വിലയുണ്ടാവും, ഷെഫ് എന്ന് പറയാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ പഠിക്കണം, പ്രൊഫഷണലി വർക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാനായാലും ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോം ബേക്കർ എന്ന് പറയുമ്പോൾ ഒരു വിലയൊന്നും ഉണ്ടാകും, കാരണം നാടൊട്ടാകെ മത്തി പറ്റ മാതിരി ഹോം ബേക്കേഴ്സാണ്, അങ്ങനെയാന്ന് പറയല്. ഞാൻ പറഞ്ഞല്ല കേട്ടാ, എന്നോട് പറഞ്ഞതാണേ എൻ്റെ ഒരു റിലേറ്റീവ്. എവിടെ നോക്കിയാലും ഹോം ബേക്കറാണെന്നില്ല ഒരു പുച്ഛം. അപ്പോൾ ആ സമയത്തെല്ലാം അന്നേരം ചിന്തിച്ച് ഓക്കെ ഒരു ഷെഫാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഷെഫാണെന്ന് പറയാം. അതുപോലെ പിന്നെ നല്ല കാര്യങ്ങൾ മീൻസ് കുറേ ഷെഫുമാരുടെ ഇടയിൽ കൂടുമ്പോൾ പഠിക്കുമ്പോൾ കുറേ റെസിപ്പി പഠിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അങ്ങനെയെല്ലാം ഉള്ള ചിന്തയുണ്ടായി. പിന്നെ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടല്ലേ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ ഗുണവും എനിക്ക് കുറേ പോയിന്റ്സ് ഉണ്ടാവും, ലാസ്റ്റ് എല്ലാം മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് പഠിക്കുന്ന മാതിരി ഹോംവർക്കെല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം അത് നിർത്തി ഞാൻ പഠിച്ച്. ഇപ്പം കുറേ ആൾ ചോദിച്ച ചോദ്യമാണ്, എന്നാലും പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അറിയുന്ന ആൾ ബോറടിക്കും, സാരില്ല സഹിക്കാട്ടോ. ഞാൻ പഠിച്ചത് അപ്പം അങ്ങനെ ഞാൻ ഹോം ബേക്കിംഗ് തൽക്കാലം നിർത്തി. ഞാൻ പഠിച്ചത് കൊച്ചിയിൽ ബ്രൂക്ക് സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പറഞ്ഞ പാലാരിവട്ടത്തിലൊരു കോളേജിലാണ് കേട്ടോ, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ കുക്കറി. അപ്പോൾ അതെല്ലാവരും ചോദിക്കുന്നതാണ്. പിന്നെ അവിടെ തന്നെ പഠിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങളെ ഇഷ്ടം, കാരണം അവിടെ നല്ല ഫീസ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് വേറെ കോളേജിനെ പറ്റിയൊന്നും അറിയില്ല. നമുക്ക് അന്നേരം ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പം കൊച്ചീസ് നമ്പർ 1 ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് എന്ന് പറഞ്ഞിട്ട് വരുന്ന കോളേജുകളിൽ പറഞ്ഞുതരാൻ അന്നേരം ആരും ഉണ്ടായിട്ടാ. ഇപ്പം നോക്കുമ്പം ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ പോലും കൂടെ ഉള്ളവരൊക്കെ പഠിച്ചത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്, FCA. അതാകുമ്പോൾ ഗവൺമെന്റ് കോളേജ് എന്തോ ആണ്, ഫീസ് കുറവാണ്, സെയിം കോഴ്സും സെയിം സിലബസിലും തന്നെയായിരിക്കും. പിന്നെ കോളേജിൽ നിന്ന് പിന്നെ കുറേ ആളും ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കും, ഇങ്ങനെ ചെയ്യാം ഇല്ല കേട്ടാ. കോളേജിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള തിയറീസ്, ഇങ്ങനെ ഒരു കിച്ചൺ എന്താന്ന് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അത് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നല്ലാതെ കുറേ റെസിപ്പിയും ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് കിട്ടിയൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിട്ട് പഠിക്കാന്ന് വിചാരിക്കണ്ട.
അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയും. ഞാൻ വർത്താനം പറയാൻ തുടങ്ങി എന്തെല്ലോ പറയും, ഞാൻ അതിനെ എഴുതി വെച്ച്. അപ്പം ഞാൻ പഠിച്ചിനാടെയാണ് അത്. ഒരു 6 മാസത്തെ കോഴ്സായിരുന്നു. 6 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് 6 മാസം ട്രെയിനിങ് ഹിൽട്ടണിൽ ബാംഗ്ലൂർ ചെയ്ത്, അതും കഴിഞ്ഞിട്ട് 6 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായി റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളെ ബാംഗ്ലൂർ. അവിടെ ഞാൻ പേസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. ഇതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ വളരെ ചെറിയ, ഞാനൊന്നുമല്ല, ഞാൻ വെറും ശിശുവാണ്, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിപ്പം തിരിയുമല്ലോ. നമ്മൾ ഓൾറെഡി 4 വർഷത്തോളം ഹോം ബേക്കിംഗ് ഒരു ബിസിനസ് തന്നെയാണത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് നിർത്തി ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിലൊന്ന് മെയിനായിട്ട് നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പം അന്ന് നിങ്ങൾക്കിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വിലയിലായിരിക്കും. നിങ്ങൾ അത് നിർത്തി നിങ്ങൾ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളെ റെസിപ്പി, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം, നമ്മളെ ക്രിയേറ്റിവിറ്റി ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റൂല. അത് ഏത് സ്ഥാപനത്തിലിട്ടാ, ഏത് കഫേ ആയാലും റെസ്റ്റോറൻ്റ് ആയാലും ഹോട്ടലായാലും എവിടെയായാലും അവരതായ ഒരു മെനു ഉണ്ടാവും, അവരതൊരു റെസിപ്പി ഉണ്ടാവും, അവരെ പ്ലേറ്റിംഗ് ചെയ്യേണ്ട ഒരു ഇതുണ്ടാവും. ഇത് തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അതേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. അപ്പം ശരിക്കും ഇത് തന്നെ സ്ഥിരം ഒരേ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കേക്ക് ഉണ്ടാക്കുന്നതും അതെല്ലാം മിസ് ചെയ്യാൻ തുടങ്ങി. നമുക്കിങ്ങനെ കുറേ ഓർഡർ, ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഓർഡർ വരും, അതിൻ്റെ ഡിസൈൻ നമുക്ക് മാറ്റി ചെയ്യാം. നമ്മളെ തല അങ്ങനെ പോകുന്നതല്ലേ, നമ്മൾ അതെല്ലാം മുരടിച്ച് പോകുന്ന ഒരു ഫീൽ കിട്ടും. ആ ക്രിയേറ്റിവിറ്റി നമുക്ക് നഷ്ടമാവും. അത് ശരിക്കും മിസ് ചെയ്യും. നമ്മൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് അവിടെ നല്ല വെറൈറ്റി രീതിയിൽ പ്ലേറ്റ് ചെയ്യാൻ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ രണ്ടും കൂടി പറയുന്നതാണ് കേട്ടോ. ഞാൻ ഇത് നല്ലത് അത് മോശം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് രണ്ടും നല്ലത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒന്നിനെ തള്ളി പറയില്ല. പക്ഷെ നമ്മൾ ശരിക്കും പോസിറ്റീവായി ചിന്തിച്ചിട്ട് വേണം ഒരു സാധനം നിർത്തി ഒന്നിലേക്ക് കാലെടുത്ത് വെക്കാൻ. അപ്പം ഞാൻ ആദ്യം ഇത് പറയട്ടെ. അപ്പം അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് മിസ് ചെയ്യും, ക്രിയേറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് എങ്ങനെ ചെയ്യാൻ ഇതില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകും. പിന്നെ ഭയങ്കര കംഫർട്ടാണ് ഒരു ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പം. നമുക്കറിയാമല്ലോ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം എല്ലാവരും എന്ന് പറയുന്ന ഒരു 90% ആൾക്കാരും, എനിക്കറിയുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും എന്നല്ല, എനിക്കറിയുന്ന 90% ആൾക്കാരും മക്കളുള്ളവരും കല്യാണം കഴിഞ്ഞ് പിള്ളേരുള്ളവരും അവരെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉള്ളവരാണ്. അപ്പം അവർക്ക് മക്കളെ കാര്യങ്ങൾ നോക്കാനും ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം അവരെ സ്കൂളിലേക്ക് അയച്ചിട്ട് അവർ ഉറങ്ങുമ്പം ഇങ്ങനെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കംഫർട്ടിൻ്റെ ആ ഒരു സ്പേസ് നോക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം കിട്ടും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം എന്നിട്ടാണ് ഞാൻ പോസിറ്റീവ് പറയുന്നതാണ് ഹോം ബേക്കിങ്ങിൻ്റെ. പക്ഷേ നമ്മൾ ഇപ്പുറത്ത് ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പം എങ്ങനെയായാലും നല്ല ലോങ് ഹവേഴ്സ് ഷിഫ്റ്റാണ് വരുന്നത്. 12, 14, 10 മണിക്കൂറെല്ലാം വർക്ക് ചെയ്യേണ്ടി വരും. ആ സമയങ്ങൾ എത്രയും അതൊരു പ്രൊഫഷണൽ ജോബാണല്ലോ, അതിൻ്റെതായ വിലയുണ്ട്, സാലറി ഉണ്ട്, അതാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് രണ്ടും തമ്മിൽ ഇതൊന്നും കാണാതെ ഞാൻ എല്ലാവരോടും നിങ്ങൾ എല്ലാവരും ഹോം ബേക്കിങ് നിർത്തിയിട്ട് വാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം പിന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഭയങ്കര ചൂട്. അപ്പൊ നമ്മ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഇത്രയും മണിക്കൂർ പണി എന്ന് പറയുമ്പോൾ നമുക്ക് മക്കളെ മിസ് ചെയ്യും. നമ്മൾ മക്കളെ നോക്കാൻ ഉമ്മ ഉപ്പ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കിച്ചണിൽ ഉണ്ടാകുമ്പോൾ അവർ വന്നോ, അവർ സ്കൂളിട്ട് വന്നോ, ഇങ്ങനെയുള്ള ചിന്തകളും. പിന്നെ നമുക്ക് നമ്മളെ ഷെഫുമാരെ അതിനനുസരിച്ച് ഡ്യൂട്ടിയെല്ലാം മാറ്റി തരാം. അങ്ങനെ എൻ്റെ ഷെഫുമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഡ്യൂട്ടിയെല്ലാം അതൊന്നും ഞാൻ ഒരിക്കലും പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അവർ എന്നെ അത്ര ഹെൽപ്പ് ചെയ്യും. എൻ്റെ മക്കളും ഉമ്മ എന്ന് ബാംഗ്ലൂർ ഉണ്ടായി. ആ സമയത്ത് അവരെനിക്ക് രാവിലത്തെ ഷിഫ്റ്റ് തരും. അപ്പോൾ രാവിലെ ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ കയറി 8 മണിയെല്ലാം ആകുമ്പോൾ കയറിയാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇറങ്ങി പോവാം. വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തി. ഫ്രീ മീൻസ് അങ്ങനെ എപ്പോഴും തരണമെന്നൊന്നും ഇല്ല, അങ്ങനെ കിട്ടണമെന്നില്ല, അങ്ങനെ എല്ലാവരും ഷെഫുമാർ തരുമില്ല, തരുന്നവരുണ്ടാകും. പക്ഷെ നമ്മളുള്ളിലെ അപ്പം കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഇത് എപ്പോൾ നമുക്ക് മാത്രം ഒരു സ്പെഷ്യൽ സാധനം കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ വർക്കിംഗ് ആ ഒരു കംഫർട്ട് എന്ന് പറയുന്ന ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം ബേക്കിങ്ങിന് അടിപൊളിയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓവർ വർക്ക് എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ കുറേ ഓർഡറുള്ള ദിവസം, ബൾക്കായിട്ടില്ലെങ്കിൽ ഓർഡറുള്ള ദിവസം അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, നമുക്ക് നമ്മളെ വീട്ടുകാരെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കസിൻ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്ത് തരാൻ സ്റ്റാൻഡ് ബീറ്റർ വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റാൻഡ് ബീറ്റർ ആയിരുന്നു ഇത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറെ പോസിറ്റീവ് സൈഡ് ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ. നമുക്ക് മടിയുള്ള ദിവസം വെറുതെ ഇരിക്കാം, ഓർഡർ എടുക്കണമെന്നില്ല, അങ്ങനെ കംഫർട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചതാ. അതുപോലെ ക്രിയേറ്റിവിറ്റി, കംഫർട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ്, ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ഘടകങ്ങൾ ഇതിലുണ്ട്. നേരെ മറിച്ച് അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മീൻസ് അതൊരു പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പം ഉള്ള പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഓപ്പർച്യൂണിറ്റി ടു കടക്കും. ഞാൻ അങ്ങനെയുള്ള എഴുതി വെച്ചിട്ടില്ല, ഇംഗ്ലീഷിൽ പറയുന്നു.
പോസിറ്റീവ് ഘടകങ്ങൾ എന്തെന്ന് വെച്ചാല് ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള പോസിറ്റീവ് പറഞ്ഞുതരാവേ. നമ്മള് ഞാനടക്കം ഞാൻ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ, നിങ്ങൾക്ക് അപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോം ബേക്കർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വിചാരിക്കും ഇതാണ് ലോകം, ഇങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല. കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാത്തതും പഠിക്കാത്തതും ഒരുപാടുണ്ട്. ഈ ഒന്നാമത് ഈ കുക്കിംഗ് എന്നുള്ള ഫീൽഡ് എന്ന് പറയുന്നത് പഠിച്ചാലും തീരൂല. 20-30 കൊല്ലം എക്സ്പീരിയൻസുള്ള ഷെഫുമാരുടെ അടുത്ത് കഴിഞ്ഞാൽ അവരും പറയാം അങ്ങനെയാണ്, അവർക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇത് പഠിച്ചാൽ തീരൂല, അത്രമാത്രം ഓരോ നാട്ടിലും ഇപ്പം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏതെല്ലാം രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന ആളുണ്ട് അല്ലേ, എനിക്കറിയാതെ. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത്രയും പഠിച്ചാൽ തീരാത്ത കാര്യമാണ്. അങ്ങനെ നമ്മളൊരു ഹോം ബേക്കിംഗ് ആയിട്ട് ഒതുങ്ങിക്കൂടുമ്പം നമുക്ക് അറിയുന്നില്ല. കാരണം നമ്മളാണ് അവിടുത്തെ ലോകം, നമ്മൾ തന്നെയാണല്ലോ, വി ആർ ദ ബോസ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പോകും. പക്ഷെ ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പോൾ കുറെ ഷെഫുമാരെ കൂടെ വർക്ക് ചെയ്യുന്നത്, കുറെ അതും ഒരുപാട് ഇടലോ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസിലെ ഷെഫുമാരെ പറയുമ്പം അവരെ കയ്യിൽ അതിൻ്റെതായ റെസിപ്പീസും അതിന്റെ കുറെ ടെക്നിക്കുകൾ ഉണ്ടാവും. റെസിപ്പി മാത്രമല്ല, ഈ ടെക്നിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്താൽ അത് കുറച്ചും കൂടെ സിമ്പിളായി കുറച്ചും കൂടെ അടിപൊളിയായി ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവാണ്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു റെസിപ്പി, അത് എനിക്ക് തോന്നുന്നു ഹോം ബേക്കിംഗ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. കൃത്യമായ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്ന ഒരു യൂണിഫോമായിട്ട് ഒരു റിസൾട്ട് നമുക്ക് എപ്പോൾ ഉണ്ടാവും. അതുപോലെ പ്രൊഡക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഒന്നാമത് ഇത് നിർത്താനുള്ള കാരണം, മെയിൻ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എനിക്കിതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോം ബേക്കിങ്ങിന്റെ സമയത്ത് എനിക്ക് അത്രയും ഓർഡർ കിട്ടും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കില്ല, ഞാൻ മൊത്തം ഫെസ്റ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഓർഡർ കിട്ടുമ്പം ഓർഡർ എടുക്കേണ്ടത് ഞാൻ, ഇത് കൊണ്ടു കൊടുക്കേണ്ടത് ഞാൻ, ഇത് ഉണ്ടാക്കേണ്ടത് ഞാൻ, ഫിനാൻസ് നോക്കേണ്ടത് ഞാൻ, പർച്ചേസ് നോക്കേണ്ടത് ഞാൻ. അത് ഇത്രയും ഏരിയ കവർ ചെയ്യണമെങ്കിൽ ഒരു ഹെൽപ്പ് പോലും, കാരണം നമുക്ക് ആരും ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉമ്മാൻ എന്ത് ഏൽപ്പിക്കാൻ പറ്റും, കൂടിപ്പോയാൽ പിള്ളേരെ നോക്കാനല്ലാതെ ഈ ഒരു വർക്കിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ തല കൊടുക്കുമ്പോൾ ഭ്രാന്തായിപ്പോവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടുന്ന് ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഈസി ആയി തോന്നി. കാരണം നമുക്ക് ഈ തലവേദനകളൊന്നും ഇല്ല, നമ്മൾ ഓർഡർ കിട്ടിയ സാധനം മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ അത് നിർത്തുമ്പോൾ ആലോചിച്ചത്, ഓക്കെ നമ്മൾ പ്രൊഡക്ഷൻ മാത്രം ചെയ്യാന്നുണ്ട്, അതായത് ഫുഡ് ഉണ്ടാക്കൽ മാത്രമാണെങ്കിൽ ഭയങ്കര ഈസി അല്ലേ. നമ്മൾ അതിന്റെ സെയിൽസ് നോക്കണ്ട, ഒന്നും മാനേജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓർഡർ വരും ചെയ്തു കൊടുക്കുക, അതല്ലേ ഈസി. സാധനം പർച്ചേസിങ് നമ്മൾ നോക്കണ്ട, ഓർഡർ ഇടണ്ട, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, വാങ്ങാൻ പോകണ്ട, കൊണ്ടു കൊടുക്കണ്ട, ഇതെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും. നമുക്ക് പ്രൊഡക്ഷൻ മാത്രം ചെയ്താൽ മതി. ഇതൊരു ഭയങ്കര വലിയ പോസിറ്റീവാണ്. ബുദ്ധിമുട്ടൊന്നും ഈ വീട് നമുക്ക് കഴിഞ്ഞ മാസം എടുക്കാൻ പോയാൽ ഇതുപോലെ മഴ പെയ്ത് നിർത്തി ഓർമ്മയുണ്ടോ? ഭയങ്കര ബർക്കത്താണ്. അപ്പൊ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് പ്രൊഡക്ഷൻ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് ഒരു പോസിറ്റീവ്. പിന്നെ ഒരു കാര്യം, നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം, അതായത് ഒരു സാലറി. ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർഡർ ഉണ്ടാവും, ചിലപ്പോൾ ഓർഡർ ഉണ്ടാവില്ല. ഒരു പീക്ക് സീസണിലുണ്ടാവും, കല്യാണങ്ങളുടെ ഒരു സമയം ഉണ്ടാവും, ബർത്ത്ഡേകളുടെ ഒരു സമയം ഉണ്ടാവും, ഓർഡർ കിട്ടാം, അല്ലെങ്കിൽ അങ്ങനെയല്ലാന്ന് കിട്ടാം കിട്ടാതിരിക്കാം. സ്ഥിരമായ ഒരു സാലറി ആയിട്ട് നമ്മൾ കയ്യിൽ കിട്ടൂല. അതുപോലെ ഈ ഹോം ബേക്കിങ്ങിന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന സാലറി തീരുന്ന വഴി കാണില്ല. നമുക്കൊരു കേക്ക് വിറ്റിട്ട് ഒരു 2000 കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഇത്ര നമ്മൾ സാധനം വാങ്ങി സാധനത്തിന് കൊടുത്തതിനാൽ ബാക്കി ചില്ലറ കയ്യിലുണ്ടോ, അത് തീരെ ഒരു വലിയ പണിയൊന്നുമില്ല. അപ്പൊ ഒരുമിച്ചൊരു പൈസ നമ്മളെ കയ്യിൽ വരുന്നേ ഇല്ല. ഇത് അങ്ങനെ ചില്ലറ കിട്ടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് തീരുന്ന വഴിയും കാണൂല അല്ലേ. അപ്പോൾ ഞാൻ ചുരുക്കം കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് ഹോം ബേക്കിംഗ് നടത്തിക്കൊണ്ട്, അതായത് അതിനെ അടിപൊളിയായി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ബൈക്ക് വരെ വാങ്ങിയ ചെക്കനെല്ലാം എനിക്കറിയാം. വലിയ പൈസ ബൈക്ക്, സാധാരണ സ്കൂട്ടറല്ല, അങ്ങനെ അല്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം അതല്ല വിഷയം, അതൊന്നല്ല പറയാൻ വന്നിന്. അപ്പം 2 കേക്ക് വിറ്റാൽ മതി എന്ന് പഠിക്കും. എന്നിട്ട് വേർത്തിട്ടാണ് കേട്ടോ ഞാൻ എന്തിനെല്ലാം പറയുന്നു. ലിപ്സ്റ്റിക്കെല്ലാം പോയി. പണ്ടേ എന്റെ വീഡിയോയിലെല്ലാം ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ടോ അതിന്. ഇനി ഞാൻ മൂക്ക് തൊടില്ല, മൂക്ക് തൊട്ടാ നീ മങ്കി. ഓക്കെ, മൂക്ക് ചോത്താ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഓക്കെ, എന്തെന്ന് പറഞ്ഞിനി? അപ്പം നമുക്കൊരു സ്ഥിരമായ ഒരു വരുമാനം, അതായത് നമുക്ക് സ്ഥിരം ഒരു സാലറി 15,000 ഒരു 20,000 ഒന്നിച്ച് നമ്മളെ കയ്യിൽ കിട്ടും. അത് നമ്മൾ ഓർഡർ ഉണ്ടോ ഓർഡർ ഇല്ല ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്ഥിരമായ ഒരു വരുമാനം എന്നുള്ളതിനെ നോക്കുമ്പോൾ പ്രൊഫഷണലി ഒരു ഷെഫ് എന്ന് പറയുന്നതും അടിപൊളിയാണ്. ഇങ്ങനെ കുറച്ച് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, കുറെ വർത്താനം പറഞ്ഞിട്ടല്ലോ എത്തി.
പിന്നെ കുറച്ച് നെഗറ്റീവ് നോക്കാം നമുക്ക്. ഹോം ബേക്കിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഹോം ബേക്കിങ്ങിന്റെ എന്നല്ല, ഇത് ഹോം ബേക്കർ ആയാലും എന്തായാലും നമ്മൾ ഷെഫ് തന്നെയാണ് അല്ലേ, നമ്മൾ ഈ ഒരു ഫീൽഡ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ലോങ് ഹവേഴ്സ് ആയിരിക്കും ഷിഫ്റ്റ്. അതിപ്പോ ഹോം ബേക്കിങ്ങിൽ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഞാൻ 12 മണിക്കൂറൊക്കെ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടിയിൽ ചെക്കന്മാരും പിള്ളേരെല്ലാം പറയും എന്തോ കാലൊക്കെ വേദനിക്കുന്നു. ആ കാലുവേദന എനിക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടുണ്ടായിട്ട. കാരണം എന്താ അറിയോ, ഫീൽ ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായവരെല്ലാം വയ്ക്കും നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അത്ര ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. പക്ഷെ നമ്മളൊരു ഹോം ബേക്കിങ് നിങ്ങൾക്ക് അറിയുന്നല്ലേ, നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ എങ്ങനെയെല്ലാം പണിയെടുക്കുന്ന, നട്ടപ്പോൾ അതിനൊക്കെ ഉറങ്ങുപോലും ചെയ്യാണ്ട് പണിയെടുത്തതല്ലേ. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അപ്പം രണ്ടിലും നമുക്ക് നെഗറ്റീവായിട്ടൊന്നല്ല, അതിന്റെ ഒരു ഇത് വരുന്നത് മോർ ടൈം അല്ലെങ്കിൽ ലോങ് ഹവേഴ്സ് ഷിഫ്റ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ ലിമിറ്റഡ് സ്കില്ലായിരിക്കും നമുക്ക് ഹോം ബേക്കിങ്ങിന്റെ സമയത്ത്. നമുക്ക് നമ്മളടുത്തുള്ള സ്കില്ലിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാനും നോക്കില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു മെനു ഉണ്ടാവും നമ്മളെ കയ്യിൽ. ഇപ്പൊ കുറെ ആൾക്കാർ മാറിയിട്ടാ, കുറെ മെനു പുതിയതായിട്ട് ആഡ് ചെയ്യും, പുതിയ ഇത് കണ്ടു, അത് പണ്ടും ഉണ്ട്. ഓക്കെ, അതും എന്നാലും ലിമിറ്റഡ് സ്കിൽസ് മാത്രമേ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ, അതായത് എന്താ പറയാ, മുല്ലപ്പൂ വേറ്റ് കിടക്കും, സോറി ചന്ദനം ചാരിയ ചന്ദനം മടക്കും എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് കുറച്ച് നല്ല കഴിവുള്ള കുറച്ച് ഷെഫുമാരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കഴിവ് കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവ് ഉണ്ട്. ഇതെല്ലാം വിട്, എല്ലാം മായ്ച്ചുകളെ. ഇനി ഞാൻ പറയുന്നത് ഓരോ നാളോടും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു നല്ല സക്സസ്ഫുൾ ആയി ഒരു ഹോം ബേക്കിംഗ് നടത്തിപ്പോയിരിക്കെ നിങ്ങളൊരു ഷെഫാ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പം ഇത് പഠിക്കുന്നതിന് ഞാൻ ഒരിക്കലും നോ പറയൂല. കാരണം ഞാൻ ഇത് പഠിച്ചോണ്ട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4 കൊല്ലം വെറുതെ കല്യാണം കഴിഞ്ഞ് വെറുതെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയൊരു കോളേജ് ലൈഫായിരുന്നു ആ കോളേജ്. ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറെ കരഞ്ഞിട്ടുണ്ട്, കരയാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ട്. നാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കുഴപ്പമായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് അതിൽ മാറ്റിവെക്കാം, നമുക്ക് പോസിറ്റീവ് മാത്രം സംസാരിക്കാം. അപ്പം ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കോളേജിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കട്ടിങ്ങും സ്കിൽ ഇതെല്ലാം അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊന്നും അല്ല എന്നുള്ളൊരു ഫീൽ വരില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ വലിയ ആരെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ട്, വീഡിയോയിൽ ഇങ്ങനെ കാണും, യൂട്യൂബില് അപ്പുറത്തെ സൈഡിലിരുന്ന. ഓക്കെ, അപ്പം അങ്ങനെ ട്രെയിനിങ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് ഇത്രയും കഴിവുണ്ടോ, കഴിവല്ല ഇത്രയും സ്ട്രെങ്ത് ഉണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു ട്രെയിനിങ് എന്ന് പറയുന്നത്. കിൻഡൽ കണക്കിന് സാധനങ്ങൾ എടുക്കുന്നത് ചെയ്യുന്ന പണിയും ട്രെയിനിങ് ഭയങ്കര സുഖമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ തന്നെ അതൊന്നും ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ആരോട് ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറയൂല. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും കുറേ ഷെഫുമാരെ പരിചയപ്പെടാനും കുറേ പഠിക്കാൻ ഒരുപാട്. ഇപ്പൊ കേക്കിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കേക്കിന്റെ കുറേ ഫീലിങ്സ് എനിക്കറിയാം, ഒരുപാട്. ഞാനൊന്നും ഉണ്ടാക്കിയ ഫീലിങ്സ് ഞാനൊന്നും ഇത്രയും 2 കൊല്ലങ്ങൾക്ക് മുമ്പ് വിറ്റ കേക്കൊന്നും ഒന്നുമല്ല. ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള അതിന്റെ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്ന സാധനം എന്തെന്നും അറിയാം, ഒരു ടേസ്റ്റ് ഉണ്ടായിട്ട് ഒറിജിനൽ ആയിട്ട്. അപ്പൊ അങ്ങനെ തിരാമിസു ഇതെല്ലാം ഒറിജിനൽ ആയിട്ട് കഴിക്കുമ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനില്ല, നിങ്ങൾ ഒരു സാധനം നിർത്തിയിട്ട് പോകുന്നതെന്ന് പറയുമ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിന്റെ ഒരു പെണ്ണ്, ഞാൻ പറയുന്നത് ഹോം ബേക്കർ ആയ ഒരു പെണ്ണിനോടാന്നേ. കാരണം നമ്മളെ സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ഇന്നത് ചെയ്തുകൂടി ഇങ്ങനെ ഇതെല്ലാം മാറാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമുക്കത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞേ പറ്റൂ. അപ്പം ഫാമിലിയിൽ അത്രയും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം വരാം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അങ്ങനെയല്ല, കാരണം ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് വേക്കൻസി ഇപ്പം ഇന്നലെയും കൂടെ എന്റെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് ദുബായിലേക്ക് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. പോകാൻ പറ്റുന്നില്ല എന്നാ വേണമെന്ന് വെച്ചാൽ പോയാലും ചെയ്യും. പക്ഷെ നമുക്ക് മക്കളെല്ലാം കാര്യം നോക്കുമ്പോൾ അവര് ഇപ്പൊ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആ എഡ്യൂക്കേഷൻ ഒന്ന് ക്ലിയർ ആവാതെ അല്ല അതൊന്നും ഓക്കെ ആവാണ്ട് എനിക്കിപ്പം അവരെ വിട്ടിട്ട് മാറി നിന്നതിനാൽ അത് ശരിയാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താ പറയുക, ഷിപ്പിലെല്ലാം കയറിയാൽ ഞാൻ ചെക്കന്മാരെല്ലാം കൂടിയിട്ടാണ് പറയുന്നത്, പെണ്ണുങ്ങൾക്കും ഷിപ്പിലെല്ലാം കയറാട്ടാ. കല്യാണം കഴിയാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ച് നല്ലോണം വർക്ക് ചെയ്യുക, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. കാരണം പുറത്ത് നാട്ടിൽ വർക്ക് ചെയ്യില്ല കേട്ടാ. നാട്ടിൽ എത്ര പണിയെടുത്താൽ ആകെ കിട്ടില്ല 15,000 20,000 വർക്ക്. ഓക്കെ, എക്സ്പീരിയൻസ് അനുസരിച്ച് പൈസ കൂടി കിട്ടും. എന്നാലും
നമുക്ക് പുറത്ത് പോകാന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസി. എനിക്കറിയൂല, എനിക്ക് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 7 മാസമായി പുറത്ത് പറക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനുള്ളിൽ ബഹ്റൈനിലേക്ക്, ഖത്തറിലേക്ക്, മലേഷ്യന്നും എത്ര പോണായിരുന്നു, എത്രയോ വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്നും തീരുന്ന ഒരു ഫീൽഡല്ല. ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ ആൾക്കാർ, ഫുഡില്ലാണ്ട് ആൾക്കാർ ജീവിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് വേക്കൻസിയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ്. ഇത് പഠിച്ചതിനെ കൊണ്ട് ഒരു നഷ്ടവും വരില്ല. നല്ലൊരു ഫീൽഡാണ്, അടിപൊളിയാണ്. ചത്ത് പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ പൈസ ഇഷ്ടം പോലെ കിട്ടും. വേറെ ഏത് ഫീൽഡ് നോക്കാന്ന്, ഇപ്പൊ അനിയനെല്ലാം ദുബായി പോയ സമയത്താണ്, ഇപ്പൊ നമുക്കൊരു സാലറി കിട്ടുമ്പോൾ അതിന് നമ്മൾ റൂമിന് പൈസ കാണണം, ഫുഡിന് വേറെ കാണണം. ഈ ഒരു ഫീൽഡിൽ മാത്രം, ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണ് നമുക്ക് റൂമും ഫുഡും കഴിച്ചിട്ടാണ് കിട്ടുന്ന സാലറി ഫുള്ള് നമ്മളെ കയ്യിലാണ്. അങ്ങനെ കുറെ ഉപകാരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഫീൽഡ് തന്നെയാണ്. നല്ല ഫുഡെല്ലാം കഴിക്കാൻ പറ്റും, അടിപൊളി ഫുഡല്ലേ. ഞാൻ തിന്ന് ഇപ്പൊ ഒരുമാതിരി ഉണ്ടായി. അതെല്ലാം തോന്നലാണ്, തിന്നാനൊന്നും കഴിയില്ല കേട്ടാ. നമുക്ക് ഫുഡോട് കളിച്ച് ഫുഡൊന്നും ഇറങ്ങൂല, അത് വേറൊരു വിഷയം. ഒന്നല്ല പറയാൻ വന്നു, എന്തെന്ന് പറയാതെ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുള്ളായി പോകുന്ന ഒരു ഹോം ബേക്കിംഗ് ബിസിനസ് നിർത്തി ഇത് പഠിക്കാൻ വരുന്ന ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വരുന്നതിന് ഞാൻ വേണ്ടാന്നേ പറയൂ. കാരണം പഠിച്ചിട്ട് വേറെ എവിടെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലതല്ല. കാരണം നമുക്ക് അതിനെക്കാട്ടി പൈസ, അത്രയും മണിക്കൂർ വർക്ക് ചെയ്ത് നമുക്ക് അതിനെക്കാട്ടി പൈസ നമുക്ക് ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ, നമ്മളെ ഇഷ്ടമാണ്. ഞാനും എൻ്റെ അടുത്ത് ഇതൊക്കെ ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറേ ഷെഫുമാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്നില്ലേ, ഇപ്പം എൻ്റെ ഏതൊരു ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഹോം ബേക്കറിൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരിക്കും ഒരു ക്യൂട്ട് പിങ്ക് കഫേ അല്ലെങ്കിൽ ഒരു വൈറ്റ് കഫേ, ഇല്ല നല്ലൊരു തീം കഫേ, ഒരു ബേക്കറി, സ്വന്തമായിട്ടൊരു ബേക്കറി, സ്വന്തം ഓൺ ബ്രാൻഡ്. ഇതെല്ലാം എല്ലാവരും മനസ്സിലുള്ള കാര്യമാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത് അതിനെ ഡെവലപ്പ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുമ്പം എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് ആദ്യം കാണാം. നിങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ പഠിച്ചോ, ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ പഠിക്കണം. അതുപോലെ നിങ്ങൾക്ക് പുറത്ത് വർക്ക് ചെയ്യണമെന്നാണെങ്കിലും നല്ലതാണ്, കോളേജിൽ പഠിച്ചതിന് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്നിട്ട് അങ്ങനെ പോവാം. ഇനി അതല്ല, പഠിക്കണം മീൻസ് കുറെ റെസിപ്പി വെറൈറ്റി പഠിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴ്സല്ല പഠിക്കേണ്ടത്. പേസ്ട്രിയിലെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. പേസ്ട്രീൻ്റെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എനിക്ക് അറിയില്ല, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. എന്നാലും കുറെ അവിടെ പഠിച്ച കുറെ ആൾക്കാർ എനിക്ക് പരിചയമുണ്ടോ പറയും. ഇപ്പം ബാംഗ്ലൂരിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വൈറ്റ് ക്യാപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ACPA, APCA, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതായത് പേസ്ട്രി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. 2-3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ്. പക്ഷെ നല്ല ഫീസ് ഉണ്ട് കേട്ടോ, 5-6 ലക്ഷം ഉണ്ട്. എന്നാലും അത് അത്രയും അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു പേസ്ട്രി ഷെഫ് ആവാൻ പറ്റും. പക്ഷേ ഇല്ല പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും പൈസ കൊടുത്ത് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് മുതലാവുമെന്ന് നമ്മൾ നോക്കണം. ഇത്രയും ലക്ഷം കൊടുത്ത് പഠിച്ച കേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് എത്ര പൈസക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ കേക്കിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കൊടുത്തോണ്ടിരുന്നത് 400 രൂപക്കാണെങ്കിൽ 400 രൂപയുടെ സാധനം അതുണ്ട്. ഞാനത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിന് 800, 900, 1000 എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. അതൊരു 400 കൊടുക്കുമ്പോൾ പോലും കസ്റ്റമർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമുക്ക് ബേക്കറിയിൽ 200 കിട്ടും, 300 കിട്ടും എന്നാണ്. അങ്ങനത്തെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ആവശ്യം അതായിരിക്കും. നമ്മൾ വലിയ സാധനം, അടിപൊളി സാധനം, ക്വാളിറ്റി സാധനം കൊണ്ടൊന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ലത് ആലോചിക്കണം. ആ പൈസ നമുക്ക് മുതലാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ചെയ്യണം എന്നുള്ളത് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇത് കുറെ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. കാരണം ഏത് വേണമെന്നുള്ളത് നമ്മളതാണ്. ഇപ്പം അപ് ടു യു എന്ന് പറയുന്ന കണക്കെ എന്ത് ചെയ്യണം, ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളിത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം പണ്ടേ പഠിക്കായിരുന്നു എന്നുള്ളത്. ഇപ്പം പഠിച്ചതിൻ്റെ പേരിലൊന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആകെ ഉള്ളിലുള്ളൊരു വിഷമം എന്ന് പറയുന്നത് കുറെ നാൾ മുമ്പേ മീൻസ് പണ്ടേ പഠിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം കാണുന്ന പിള്ളേരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ഷെഫ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പഠിക്കുക, ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുക, നിങ്ങളെ കഴിവ് തെളിയിക്കുക, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുക. പൈസ തന്നെ ഞാൻ പറയും, പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പൈസ തന്നെ വേണം, പൈസ തന്നെ കയ്യിൽ വേണതാ. പല്ലി ചലച്ചെന്ന് പറയുന്ന നിനക്ക് മുഫീദ തുമ്മി സത്യം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ആരും മൂഡ് കളയാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. റിയാലിറ്റി ഇതൊന്ന് സാഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇതിങ്ങനെയാണ്.
പിന്നെ അതുപോലെ ഹസ്ബൻഡൊക്കെ ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിലോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഹസ്ബൻഡിന്റെ കൂടെ പോയി നിൽക്കുന്നവരാണെങ്കിൽ ഓഫ്കോഴ്സ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ദുബായി എന്നല്ല ഏത് സ്ഥലത്തും. നമുക്ക് പിന്നെ ഗൾഫ് എന്ന് പറയുമ്പോൾ ദുബായി ആണെന്നല്ലേ. അതന്നെ നല്ലതാട്ടോ, പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പഠിക്കാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ പിന്നെ ഏറ്റവും ഒരു വലിയ കാര്യം പറയാനുള്ളത്, ഒന്നും ചെയ്യാണ്ട് പിന്നെ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ വീഡിയോ സമയത്ത് ഒരുപാട് മെസ്സേജ്, ഒരുപാട് ഒരു 10 ആളെങ്കിലും മിനിമം അയച്ചിട്ടുണ്ടാവും. 10 ആളെന്താ ചെറിയ കാര്യമാണ്, 10 ആളെങ്കിലും മിനിമം അയച്ചിട്ടുണ്ടാവും. പിന്നെ കൊതിയാവുന്നു, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, ബോറ്, നമ്മളെല്ലാം എന്തിനു കൊള്ളാം, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാനും അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് തന്നെ ഒരു രസത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നത്, എനിക്ക് ഹാപ്പിയാകുന്ന കാര്യം ഞാൻ ചെയ്യുന്നില്ല. എന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല, എന്നോട് ആരും ഇത് ചെയ്തോന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു രീതിയിൽ എനിക്കൊരു സപ്പോർട്ടും കിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ള വിൽ പവർ മാത്രം ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഒന്നിനും കൊള്ളാത്തവരൊന്നുമില്ല. നിങ്ങൾ വീട്ടിലിരുന്നോണ്ട് ഇപ്പം ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ. ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. അതിന് പൈസ ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അത്ര അടിപൊളി. ആരും അങ്ങനെയൊന്നും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങളെ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കും. ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കർമാർ കുറെ ഉണ്ടായോണ്ടല്ലോ കുഴപ്പം അതാണ്. ഈ ആൾക്കാർക്കെല്ലാം ഭയങ്കര വിഷമം വരുന്നു. അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല, ഇങ്ങനെ ചിന്തിച്ച് ഡിപ്രഷനിലേക്കെല്ലാം പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്നോട് തന്നെ പറയുന്നേ, ഡിപ്രഷൻ ആവാനല്ലേ, ഡിപ്രഷൻ പോവാൻ ഇതല്ലേ ഇപ്പോഴത്തെ കാലത്ത്. ഡിപ്രഷൻ റീൽസ് കണ്ട ഡിപ്രഷൻ ആവും. കാരണം ആൾക്കാർ ഇങ്ങനെയല്ലേ പറയുന്നേ, സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, ഇങ്ങനെ ഇരിക്കരുത്, മറ്റുള്ള ആളെ. ഇത് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിരിക്കുന്നവർ പോലും ഇങ്ങനത്തെ എല്ലാം കണ്ട് അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നൊന്നിനും കൊള്ളൂല, എനിക്ക് പൈസയില്ല, ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും ബാഡായി ചിന്തിക്കണ്ട. നിങ്ങളുള്ളത് എന്താ, പിന്നെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ആരുടെ ഒരു ആവശ്യമാണ്, പെണ്ണെന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും അത് പക്ഷെ ഇപ്പം അങ്ങനെ കുറേ ആളുണ്ടേ, എന്തെല്ലാം കഴിവുകളുള്ള ആൾക്കാരുണ്ടെന്നറിയോ. ഇപ്പം ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് വന്നിട്ടുണ്ട്, ഹോം ബേസ്ഡ്. അവ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അങ്ങനത്തെ പേജെല്ലാം കാണുമ്പോൾ നെട്ടിപ്പോവും, ഇത്രയും കഴിവില്ല ആൾക്കാരോ. അതായത് അവരവരെ പാഷന് ബിസിനസ് ആക്കി മാറ്റി കുറേ ആണ്. പക്ഷെ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് പഠിക്കുന്നുണ്ടല്ലോ ഉപകാരം എന്താ, പഠിച്ചൊന്നും വെറുതെ ആവില്ല. ഇനി ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം, ഒരു കഫേ തുടങ്ങാം, ഏത് ബിസിനസ് നമുക്ക് തുടങ്ങാം. അതല്ലെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താ നീ ചെയ്യാത്തത് എന്നോട് ചോദിക്കരുത് കേട്ടോ. ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോവാം. ഇതൊന്നും വെറുതെ അല്ല, നമുക്ക് ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. ക്ലാസ് എടുക്കാൻ പോകാം, ക്ലൗഡ് കിച്ചൺ തുടങ്ങാം, നമുക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെന്തൊക്കെ ചെയ്യാം, ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളെ ഐഡിയ പോലെ നമ്മളെ കഴിവ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇതൊന്നും വെറുതെ ആവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇവളെന്താ ലാസ്റ്റ് പറഞ്ഞു തരുന്നത്, ഹോം ബേക്കിംഗ് നിർത്തണ, ഞാനെന്ത് ഷെഫ് ആവണ്ടേ? നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരുടെയും പോസിറ്റീവും നെഗറ്റീവും സൈഡുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇത്രയും സപ്പോർട്ട് ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ഒരു ഫാമിലിന്റെ ഭാഗത്തു നിന്ന്, കാരണം നമ്മൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരും കുട്ടികളില്ലവരെല്ലാം ആണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇത് പഠിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പഠിച്ചാൽ ഒരിക്കലും വെറുതെ ആവില്ല. പക്ഷെ നമ്മളത് തീരുമാനിക്കാം. എന്തൊന്നുമില്ല, നല്ല മഴ പെയ്യുന്നുണ്ട്, ഇരുട്ടായി, ചൂടെടുക്കുന്നു. പിന്നെ ഇത് ലൈറ്റെല്ലാം കത്തിച്ചപ്പം ബാറ്ററിയിൽ പോകും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരം ഉണ്ടായെന്ന് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ, എന്തെല്ലാം വിട്ടുപോയിട്ടോ. എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമാണ്. ഒരുപാട് നാളെ ഇങ്ങനെ സംസാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും ഒരുപാട് മിസ് ചെയ്ത്, എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ ഞാൻ കുറേ മിസ് ചെയ്തിട്ടുണ്ടായി. ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലെ ഞാൻ എന്നെ പണ്ട് മുതലേ അറിയാം. ഞാൻ ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ബോറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, കമന്റിൽ പോയി ചോദിക്കാം. ഞാൻ ഇനി വർത്താനം പറഞ്ഞുകൊണ്ട് വരാം. പ്ലീസ്, എനിക്ക് വർത്താനം പറയാൻ കൊതിയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. 1,00,000 ആൾക്കാർ, 1,50,000 ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെല്ലാം എന്നെ ഫോളോ ചെയ്താൽ 1,50,000 ഫോളോവേഴ്സ്. ഞാൻ ആരാ പിന്നെ ഫോളോവേഴ്സ് ഉണ്ടായാലും. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരാം. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ട് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചിരുന്നു, പക്ഷെ വർത്താനം പറയാൻ തുടങ്ങിയാൽ എൻ്റെ പ്രശ്നം ഇതാ, ഞാൻ എവിടെയല്ലോ പോവും. അപ്പോൾ ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ബൈ പറയും. ബൈ ഞാൻ ഇടൂട്ടോ.